അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റഹീഖുൽ ഖുർആനിന്റെ 4-ാമത്തെ സെഷനിലെ 5-ാമത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഫജ്റിലെ 17 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. ഇനി നമുക്ക് ആയത്തുകളുടെ അർത്ഥം നോക്കാം. കല്ല ബല്ലാ തുക്രിമൂനൽ യതീം, അല്ല പക്ഷേ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല. കല്ല അല്ല, ബൽ ഇല്ല, ലാ തുക്രിമൂന നിങ്ങൾ ആദരിക്കുന്നില്ല, അൽ യതീമ അനാഥയെ, നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല. വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ആഹാരത്തിന് നിങ്ങൾ പ്രോത്സാഹനം നൽകുന്നുമില്ല. വലാ തഹാദ്ദൂന നിങ്ങൾ പ്രോത്സാഹനം നൽകുന്നുമില്ല അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ആഹാരത്തിന്. വതഅകുലൂന തുറാസ അക്ലൻ ലമ്മ, അനന്തരാവകാശ സ്വത്ത് നിങ്ങൾ വാരിക്കൂട്ടി തിന്നുകയും ചെയ്യുന്നു. വതഅകുലൂന നിങ്ങൾ കഴിക്കുന്നു, ഭക്ഷിക്കുന്നു. തുറാസ അനന്തര സ്വത്ത്. തുറാസ് എന്ന് പറഞ്ഞാൽ അനന്തരമായി ലഭിക്കുന്ന സ്വത്തിനെയാണ് തുറാസ് എന്ന് വിളിക്കുന്നത്. അക്ലൻ ഒരു തീറ്റ, ലമ്മ വാരിക്കൂട്ടി. അക്ലൻ ലമ്മ എന്ന് പറഞ്ഞാൽ വാരിക്കൂട്ടി നിങ്ങൾ തിന്നുകയും ചെയ്യുന്നു എന്നാണ്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, ധനത്തെ നിങ്ങൾ അമിതമായ തോതിൽ സ്നേഹിക്കുകയും ചെയ്യുന്നു. വതുഹിബ്ബൂന നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ സ്നേഹിക്കുന്നു, അൽ മാല സമ്പത്തിനെ, ഹുബ്ബൻ ജമ്മാ അമിതമായി കൊണ്ട്, വല്ലാത്ത ഇഷ്ടം നിങ്ങൾ അതിനോട് കാണിക്കുന്നു എന്നാണ്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അവനുണ്ടായിരിക്കാൻ സാധ്യതയുള്ള 4 ദുഷിച്ച സ്വഭാവങ്ങളെ സംബന്ധിച്ചാണ് ഈ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് അനാഥയെ ആദരിക്കാതിരിക്കുക എന്നതാണ്. രണ്ടാമത്തേത് ദരിദ്രന് ഭക്ഷണം നൽകാതിരിക്കൽ. 3 അനന്തര സ്വത്തിൽ കൃത്രിമം കാണിക്കലാണ്. 4-ാമത്തേത് ധനത്തോട് അത്യാർത്തി കാണിക്കുക, അതിയായിട്ടുള്ള ആഗ്രഹം സമ്പത്തിനോട് വെച്ച് പുലർത്തുക എന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ മനുഷ്യരോടായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുക കൂടിയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണത്? ഇതിന് നേരെ വിപരീതം അനാഥയെ ആദരിക്കുകയും ദരിദ്രന് ഭക്ഷണം എത്തിക്കുകയും അനന്തര സ്വത്തിൽ കൃത്രിമത്വം കാണിക്കാതെ അത് കൃത്യമായി വിഭജിക്കുകയും ധനത്തോട് അത്യാർത്തി കാണിക്കാതിരിക്കുകയും ചെയ്യണം എന്ന നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളോടായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ ഉണർത്തുന്നത്. ആ 4 കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഒന്ന് വിശദീകരിക്കുവാനാണ് ഇന്നത്തെ ക്ലാസ് നാം ഉപയോഗപ്പെടുത്തുന്നത്. നോക്കാം. ഒന്നാമതായി കൊണ്ട് പറഞ്ഞത് അനാഥയെ സംരക്ഷിക്കുക എന്നതാണ്. അഥവാ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകുന്നതിന്റെ മുമ്പ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, അവരുടെ സംരക്ഷണം നഷ്ടപ്പെട്ടു പോയ കുട്ടികൾ, അവരാണ് അനാഥർ എന്ന ഗണത്തിൽ വരുന്നത്. അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് നമുക്ക് നോക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖൈറു ബൈത്തിൻ ഫിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ വീടുകളിൽ ഏറ്റവും ഉത്തമമായ വീട് ഏതാണെന്ന് പറഞ്ഞാൽ ബൈത്തുൻ ഫീഹി യതീമുൻ യുഹ്സനു ഇലൈഹി, ഒരു വീട്ടിൽ ഒരു യതീമുണ്ട്, ആ യതീമിന് മറ്റുള്ള ആളുകൾ സംരക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യതീമിന് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വീടാണ് ഏറ്റവും ഉത്തമമായ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ വീട് എന്നാണ്. അതേപോലെ തന്നെ വശർറു ബൈത്തിൻ ഫിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷർറായിട്ടുള്ള ഭവനം ഏതാണെന്ന് പറഞ്ഞാൽ ബൈത്തുൻ ഫീഹി യതീമുൻ യുസാഉ ഇലൈഹി, ഒരു വീട്ടിൽ യതീമുണ്ട്, ആ യതീമ് ആകെ പ്രയാസത്തിലായിക്കൊണ്ടാണ് കഴിഞ്ഞുകൂടുന്നത്, അല്ലെങ്കിൽ അവന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാതെ ബുദ്ധിമുട്ടിക്കൊണ്ട് ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ ആ വീടാണ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ വീട്, ഷർറായ വീട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന വകാഫിലുൽ യതീം ഫിൽ ജന്നതി ഹകദ, ഞാനും യതീമിന് സംരക്ഷണം നൽകുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും എന്നാണ്.
അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട്, ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്രകാരം ചൂണ്ടിക്കാണിച്ചതായിക്കൊണ്ടും ഹദീസിൽ കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഈ ഒരു വചനത്തിലേക്കൊന്നും കൂടി നോക്കുമ്പോൾ കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ അവർ യതീമിനെ ആദരിക്കുന്നില്ല എന്നാണ്. അപ്പൊ കേവലം സംരക്ഷണം മാത്രമല്ല അവിടെ അർത്ഥമാക്കപ്പെടുന്നത്, മറിച്ച് അവരെ മാനിക്കുവാനും അവർക്ക് പരിഗണന കൊടുക്കുവാനും അവരെ ആദരിക്കുവാനും കൂടിയാണ് ഈ ഒരു വചനത്തിലൂടെ വിശ്വാസി സമുദായത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ്. ഇനി രണ്ടാമതായിക്കൊണ്ട് 18-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം വലാ തഹാദ്ദൂന അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ട ആളുകൾക്ക് അവർക്കുള്ള ആഹാരത്തിന് നിങ്ങൾ പ്രോത്സാഹനം നൽകുന്നില്ല എന്നതാണ്. അഥവാ ദരിദ്രരെ സഹായിക്കലും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ ഏറെ പ്രതിഫലാർഹമായ ഒരു കർമ്മമായിക്കൊണ്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കേവലം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞത് അവരുടെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പരസ്പരം പ്രോത്സാഹനം നൽകുന്നില്ല എന്നാണ്. അപ്പോൾ അവർക്ക് കേവലം വിശപ്പടക്കാനുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമല്ല, മറിച്ച് അവരുടെ വിഷയത്തിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് കൂട്ടായ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നൊരു സൂചന കൂടിയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ 17, 18 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ച 2 കാര്യങ്ങൾ, ഒന്നാമത്തേത് അനാഥയെ ആദരിക്കുന്നില്ല എന്നതും രണ്ടാമത്തേത് പാവപ്പെട്ട ആളുകളുടെ ആഹാരത്തിന് നിങ്ങൾ പ്രോത്സാഹനം നൽകുന്നുമില്ല എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ. ഇത് രണ്ടിലേക്കുമുള്ളൊരു സൂചന മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. കാരണം അത് പറഞ്ഞു വെച്ച ശൈലി വേറൊരു രീതിയിലാണ്. അഥവാ നിങ്ങൾ യതീമുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നല്ല അവിടെ പറഞ്ഞത്, യതീമുകളെ ആദരിക്കുന്നില്ല എന്നാണ്. അതേപോലെ തന്നെ പാവപ്പെട്ടവന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നില്ല എന്നുമല്ല പറഞ്ഞത്, പാവപ്പെട്ടവന്റെ ആഹാരത്തിന് നിങ്ങൾ പ്രോത്സാഹനം നൽകുന്നില്ല എന്നതാണ്. അപ്പോൾ ഈ 2 വിഷയമാണെങ്കിലും ശരി, രണ്ടും ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്കുള്ള ഒരു പദ്ധതിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ചെയ്തുകൊണ്ട് ഒരു വലിയ ശ്രമം തന്നെ ആ വിഷയത്തിൽ നിങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നൊരു സൂചനയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകർന്നു നൽകുന്നത്. അപ്പോൾ ഒറ്റക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു കൂട്ടായ പ്രവർത്തനം അത് സ്വാധീനം ചെലുത്തും എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പ്രോത്സാഹനം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതിനുവേണ്ട പ്രോത്സാഹനങ്ങൾ ചെയ്യുകയും അതിനുവേണ്ട സജ്ജീകരണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും അതേപോലെ തന്നെ അനാഥകളാണെങ്കിൽ അവരെ സംരക്ഷിക്കുവാനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും പാവപ്പെട്ട ആളുകളുടെ വിശപ്പകറ്റുവാനുള്ള പദ്ധതികൾ രൂപീകരിച്ചെടുക്കുകയും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന വലിയ ഒരു നിർദ്ദേശമാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകർന്നു നൽകുന്നത്. ഇനി മൂന്നാമതായി കൊണ്ട് പറഞ്ഞു വെച്ച കാര്യം, അഥവാ അനന്തരാവകാശ സ്വത്ത് നിങ്ങൾ വാരിക്കൂട്ടി തിന്നുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ന്യായവും അന്യായവും നോക്കാതെ തീർത്തും അന്യായമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വളരെ ദുസ്സാമർത്ഥ്യത്തോടുകൂടി മറ്റുള്ള അനന്തരാവകാശികളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് അവരെ ആക്രമിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾ കൂടി തൻ്റേതാക്കി മാറ്റുക, താൻ കൈവശപ്പെടുത്തുക എന്നുള്ള ഏറ്റവും വലിയ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ളത്. അഥവാ അത് വലിയ പാപമാണ്. മറ്റുള്ളവരുടെ ഹക്ക്, അവരുടെ അവകാശങ്ങൾ അത് ചോർത്തിയെടുക്കലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രവൃത്തിയിലൂടെ അവർ ചെയ്യുന്നത്. അഥവാ അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അനന്തര സ്വത്തിൽ കൈ കടത്തുക എന്നുള്ളത് അത് പിന്നീട് വരുന്ന എല്ലാ തലമുറകളുടെയും ശാപം അത് അവനിൽ ഏൽക്കുവാൻ അത് കാരണമാകും. അത്തരത്തിൽ കൃത്രിമം കാണിക്കുന്ന ആളുകളുടെ പരലോകം അത് ഏറെ പ്രയാസകരമായിരിക്കും, അവരുടെ വിചാരണയും ഏറെ ബുദ്ധിമുട്ടിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം വളരെ ഗൗരവത്തോടു കൂടി തന്നെ പറഞ്ഞത് വതകുലൂന തുറാസ അക്ലൻ ലമ്മ എന്ന്, വാരിക്കൂട്ടി തിന്നുകയാണ്, അനന്തര സ്വത്ത് നിങ്ങൾ വാരിക്കൂട്ടി തിന്നുകയാണ് എന്ന പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇനി 4-ാമത്തെ ആ ഒരു നിർദ്ദേശം അത് നോക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, ധനത്തോട് നിങ്ങൾ അധികമായി കൊണ്ട് ആർത്തി കാണിക്കുകയാണ്, അതിനെ നിങ്ങൾ അമിതമായി കൊണ്ട് ഇഷ്ടപ്പെടുകയാണ്.
ധനത്തോട് അത്യാർത്തി കാണിക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സ്വഭാവമല്ല, മാതൃകാപരമായുള്ള ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ട സ്വഭാവമല്ല അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം പാലിക്കുക എന്നതുപോലെ തന്നെ സാമ്പത്തിക വിഷയങ്ങളിലും മിതത്വം കാണിക്കുക എന്നത് അനിവാര്യമാണ്. സമ്പാദിക്കുന്നതിനെ ഒരിക്കലും തന്നെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല, മറിച്ച് അവകാശങ്ങളും ബാധ്യതകളും പരിഗണിക്കാതെ സമ്പത്തിനോട് അടങ്ങാത്ത പ്രേമം വെച്ചു പുലർത്തുക എന്നതിനെയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ആക്ഷേപിച്ചിട്ടുള്ളത്. ഇവിടെ അഖിലൻ ലമ്മ എന്ന് പ്രയോഗിച്ചത് ഏറെ ശ്രദ്ധേയമാണ്. അഥവാ അതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണം തഫ്സീർ ഇബ്നുൽ കസീറിൽ നമുക്ക് കാണാം, മിൻ അയ്യി ജിഹത്തിൻ ഹസല ലഹും മിൻ ഹലാലിൻ ഔ ഹറാമിൻ. അഥവാ ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കാതെ എങ്ങനെയൊക്കെ സമ്പാദിക്കാൻ പറ്റോ ആ മാർഗേണയെല്ലാം തന്റെ ആർത്തി മൂലം സമ്പാദിക്കുന്നതിനെയാണ് ആ ഒരു പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്നാണ്. അപ്പൊ ധനത്തോടുള്ള അതിയായ ആർത്തി, അതുമൂലം താൻ എങ്ങനെയെങ്കിലും സമ്പാദിക്കണമെന്നും ആർഭാടമായിക്കൊണ്ട് കഴിഞ്ഞുകൂടണമെന്നും ഒക്കെയുള്ള വിചാരവും ആഗ്രഹവും ഒക്കെയാണ് ജനങ്ങളിലെ ഭൂരിപക്ഷം ആളുകളിലും ഉള്ളത് എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ ധനസമ്പാദനവും ആഡംബര ജീവിതവുമാണ് ഇത്തരക്കാരുടെയൊക്കെ ദൃഷ്ടിയിൽ പതിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന അനീതികളുടെയും അഴിമതികളുടെയും മൂല കാരണങ്ങൾ നമ്മളൊന്ന് ചികഞ്ഞന്വേഷിക്കുകയാണെങ്കിൽ അതിൽ ഏറിയ പങ്കും ധനമോഹത്തിൽ നിന്ന് ഉടലെടുത്തതായിരിക്കുമെന്ന് പറയാൻ നമുക്കൊരു പ്രയാസവും ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ധനസമ്പാദനത്തെ ഒരിക്കലും തന്നെ എന്താക്കുന്നില്ല, ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ല, സമ്പാദിക്കരുത് എന്നൊന്നും ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല. മറിച്ച് സമ്പാദിക്കുന്നിടത്തും വിനിയോഗിക്കുന്നിടത്തും ഒക്കെ ന്യായമായ രൂപേണയായിരിക്കണം അതൊക്കെ ചെയ്യേണ്ടത് എന്ന ഏറ്റവും വലിയ നിർദ്ദേശമാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. ഈ ആയത്തുകളിലെല്ലാം തന്നെ മനുഷ്യന്റെ പ്രകൃതിയായുള്ള ചില വിശേഷണങ്ങളും ചില ദുസ്വഭാവങ്ങളെയും സംബന്ധിച്ചുമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണമാണ്. മനുഷ്യന്റെ അടിസ്ഥാനപരമായുള്ള പ്രകൃതിയായുള്ള ഈ വിശേഷണങ്ങളും ഈ ദുസ്വഭാവങ്ങളുമെല്ലാം ഏറെ സ്തുത്യർഹമായ മറ്റൊന്നിലേക്ക് മാറ്റിയെടുക്കുമ്പോഴാണ് മനുഷ്യൻ വിജയിയായി മാറുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിന്റെ ഡ്യൂട്ടി, അതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ട കാര്യം. എന്നാൽ ഇതെല്ലാം മനുഷ്യന്റെ സ്വഭാവമല്ലേ, ഞാനും ഒരു മനുഷ്യനല്ലേ എന്ന് ന്യായീകരിക്കുകയും തിരുത്ത് അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവൻ കൂടുതൽ കൂടുതൽ അക്രമിയായി മാറുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മനുഷ്യൻ എന്ന നിലക്ക് തെറ്റുകൾ സംഭവിക്കുമെന്നും അത് തിരുത്തിക്കൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴാണ്, അങ്ങനെയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്, അപ്പോഴാണ് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നത് എന്ന പ്രവാചക അധ്യാപനം നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ധനത്തോടുള്ള അത്യാർത്തി മൂലം നീതിയും ന്യായവും വെള്ളത്തിൽ വരഞ്ഞ ഗോപുരങ്ങളായി ചിത്രീകരിക്കപ്പെടുകയും വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ നീതിയുടെ വക്താക്കൾ കരിങ്കോട്ട് എന്തിയ ഹൃദയത്തിന്റെ ഉടമകളായി മാറുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നീതിയും ന്യായവും കൈമുതലാക്കിക്കൊണ്ട് ജീവിക്കുവാനും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മളാൽ കഴിയുന്ന മേഖലകളിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിജയികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.